അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ ശ്രീ ഭഗവതി, എല്ലാ ഭക്തജനങ്ങളെയും കാത്തുരക്ഷിക്കണമേ അമ്മേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉഗ്രശക്തിയുള്ള ഒരു പുഷ്പാഞ്ജലിയെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഏതൊരു ദുർഗാദേവി ക്ഷേത്രത്തിലും ചെയ്യാവുന്ന ഒരു പുഷ്പാഞ്ജലിയാണ്. പക്ഷേ അവിടുത്തെ തിരുമേനിക്ക് ഇതേക്കുറിച്ച് നല്ല അറിവ് വേണം, പഠിപ്പ് വേണം. എങ്കിൽ മാത്രമായിരിക്കും ആ പുഷ്പാഞ്ജലി നേരെ ചൊവ്വേ നടത്തി കിട്ടുക. ചിലപ്പോ കാണാറുണ്ട് കേട്ടോ, നമ്മള് ചിലരുടെയൊക്കെ പ്രശ്നം കണ്ടിട്ട് ഇന്ന ക്ഷേത്രത്തിൽ പോയി ഈ പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ എന്ന് പറയും. അപ്പോ അവര് ആ ക്ഷേത്രത്തിൽ പോയി പുഷ്പാഞ്ജലി കഴിപ്പിക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പം പറയും, തിരുമേനി ആ പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ട് അത്ര ഒന്നും നേട്ടം കിട്ടിയിട്ടില്ല എന്ന് പറയും. അപ്പൊ ഞാൻ ഒരിടത്ത് ഇങ്ങനെ ഒരു പുഷ്പാഞ്ജലി നടത്തിയിട്ട് വലിയ ഗുണമൊന്നും കിട്ടിയില്ല എന്ന് ആള് പറഞ്ഞതിന് പ്രകാരം ഞാൻ പറഞ്ഞ, തിരുമേനി കയറുമ്പോ തിരുമേനി അകത്തെ ശ്രീലകത്തെ മന്ത്രം പറയണ പുറത്ത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? പറഞ്ഞു, ഉവ്വ തിരുമേനി കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ആ പറയണ മന്ത്രം ഒന്ന് റെക്കോർഡ് ചെയ്തോണ്ട് ഇന്ന് എന്റെ അടുത്ത് വരൂ എന്ന് പറഞ്ഞു. മൊബൈൽ ഫോണിൽ ഇപ്പൊ റെക്കോർഡ് ചെയ്യാലോ. അങ്ങനെ ഇയാള് റെക്കോർഡ് ചെയ്തുകൊണ്ട് വന്നു. അപ്പോ കൊടുത്ത പുഷ്പാഞ്ജലി ഏതാ? അഘോര പുഷ്പാഞ്ജലി. അപ്പോ നമ്മുടെ മേൽശാന്തി ജപിക്കുന്ന ഏതാ? ശിവധ്യാനം. അഘോരം വേറെ, ശിവധ്യാനം വേറെ. അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ടോ എന്തോ അറിയില്ല. ശിവധ്യാനവും ഇച്ചിരി അഷ്ടോത്തരവും കൂടെ ജപിച്ച് അഘോര പുഷ്പാഞ്ജലിയുടെ പ്രസാദം കൊടുത്തയക്കുക. അപ്പൊ എന്താണ്, നമ്മള് വിചാരിക്കുന്ന പുഷ്പാഞ്ജലികളല്ല അല്ലെങ്കിൽ അർച്ചനകളല്ല പലപ്പോഴും ശ്രീലകത്ത് നടത്തപ്പെടുന്നത് എന്നുള്ള ഒരു പ്രത്യേക വശം ഇവിടെ ഉണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളും ചില മന്ത്രങ്ങളെയൊക്കെ പഠിച്ചു വച്ചിരിക്കുന്നത് സാമാന്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു മൃത്യുഞ്ജയ മന്ത്രം ഏതാണ്, അഘോര മന്ത്രം എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇല്ലേ? അപ്പൊ അതൊന്ന് കേട്ടു വെച്ചിരിക്കണേ. അതേ മന്ത്രം തന്നെ അകത്ത് പറയണേ എന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇല്ലെങ്കിൽ എന്തൊറ്റും, നമ്മള് സ്വയംവരത്തിന് കൊടുക്കണു, ആള് ജപിക്കുന്നത് മറ്റേതെങ്കിലും ഒരു മന്ത്രം. അപ്പൊ സ്വയംവരത്തിന്റെ ഗുണം കിട്ടുമോ? ഇല്ല. മറ്റൊരു മന്ത്രം ജപിച്ചാൽ അതിന്റെ ഗുണം കിട്ടും. പക്ഷെ സ്വയംവരം എന്ന് പറഞ്ഞാൽ പ്രത്യേക കാര്യത്തിന് വേണ്ടി, കാമ്യഫലങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒന്നാണ്. അപ്പോ ആ ഫലം കിട്ടുന്നില്ല, മംഗല്യപരമായിട്ടുള്ള ഗുണം ലഭിക്കുന്നില്ല. അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കണം, നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തില് നോട്ടീസ് ബോർഡില് ഈ പുഷ്പാഞ്ജലി അവിടെ ഉണ്ടോ? അല്ലെങ്കിൽ തിരുമേനിയെടുത്ത് ചോദിക്കണം, തിരുമേനി ഈ പുഷ്പാഞ്ജലി ഇവിടെ നടത്തുവോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ച് ആളിന്റെ പഠിപ്പും തരവും ഒക്കെ കണ്ടിട്ട് വേണം നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുഷ്പാഞ്ജലി ഏൽപ്പിക്കാൻ. ഇതൊന്നും എല്ലാ അമ്പലത്തിലും ഇങ്ങനെ നടക്കണമെന്നൊന്നും പറയണില്ല. ചില അമ്പലങ്ങളിൽ ഇങ്ങനെ നടക്കണുണ്ട്. അപ്പൊ ഞാനിന്ന് പറയുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾ പലതുണ്ടാവും. നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ തൊഴിലിലെ പ്രശ്നങ്ങള്, സാമ്പത്തിക പ്രശ്നങ്ങള്, ശത്രുതാപരമായിട്ടുള്ള പ്രയാസങ്ങള്, ഇതൊക്കെ വർദ്ധിച്ചു വരുമ്പോഴാണ് ഒരാളുടെ ജീവിതം പലപ്പോഴും ദുസ്സഹമായിട്ട് മാറുക. അപ്പോ അയാള് എന്തെങ്കിലുമൊക്കെ പ്രതിവിധി ചെയ്യാമെന്ന് തീരുമാനിക്കും. ഭക്തനായിരിക്കുമല്ലോ, അപ്പൊ പ്രതിവിധിയൊക്കെ ചെയ്യാന്ന് തീരുമാനിക്കും. പക്ഷെ ഏത് പുഷ്പാഞ്ജലി, ഏത് വഴിപാട് ചെയ്യണമെന്ന് അയാൾക്ക് പൂർണ്ണമായിട്ടുള്ള ധാരണയില്ല. ഒരുപാട് പൂജാക്രമങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികവും കയ്യിലില്ല. അപ്പോ ഒരു പുഷ്പാഞ്ജലി ചെയ്യണം എന്ന് അദ്ദേഹത്തിന് ഉള്ളിലുണ്ട്. ആ ഒരു പുഷ്പാഞ്ജലി ചെയ്യാനേ ഇപ്പൊ തൽക്കാലം സാധ്യമുള്ളൂ. അങ്ങനെയെങ്കിൽ ഏത് പുഷ്പാഞ്ജലി ആയിരിക്കും ഈ ഒരു ഘട്ടത്തിൽ നല്ലത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയണേ, ദുർഗാ ത്രിശതി എന്ന് പറയുന്ന പുഷ്പാഞ്ജലി, അല്ലെങ്കിൽ ദുർഗാ ത്രിശതി മന്ത്രാർച്ചന എന്ന് പറയുന്ന ആ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മന്ത്രാർച്ചനയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏതൊരു ദുർഗാദേവി ക്ഷേത്രത്തിലും നമുക്കിത് ചെയ്യാം. ചെയ്യുമ്പോ അതിന്റെ വിധിയാവണ്ണം ചെയ്തു കഴിഞ്ഞാൽ ഏറെ ഉത്തമമായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാല് 148 തെറ്റിപ്പൂക്കളെടുത്ത് അതിനകത്തെ ചെറിയ നാരുകൾ എടുത്ത് കളഞ്ഞ് ദുർഗാദേവി ക്ഷേത്രത്തില് മാസത്തിലെ ആദ്യത്തെയോ അവസാനത്തെയോ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഈ ദുർഗാ ത്രിശതി മന്ത്രാർച്ചന നടത്തുന്നതാണ് നല്ലത്.
ഈ മന്ത്രാർച്ചന നടത്തുമ്പോ ആ ദിവസം നടത്തുന്ന വ്യക്തി മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുന്നത് ആ ശക്തി ചൈതന്യം നമ്മിലേക്ക് കൂടുതൽ പ്രസരിക്കാൻ കാരണമാകും. ഈ പുഷ്പാഞ്ജലി രാവിലെ സമയത്ത് ചെയ്യുന്നതിനേക്കാൾ ഏറെ ഗുണം നൽകുക സന്ധ്യാസമയത്താണ്. ശരിക്കും പറഞ്ഞാൽ ദീപാരാധനയ്ക്ക് മുമ്പ് പുഷ്പാഞ്ജലിക്ക് കൊടുത്ത് ദീപാരാധന കഴിയുമ്പോ പ്രസാദം തരുന്ന രീതിയുണ്ടല്ലോ, അത്തരത്തില് നമ്മള് അവിടെ റെസിപ്റ്റ് ഏൽപ്പിക്കുകയാണെങ്കിൽ തിരുമേനിക്ക് നന്നായിട്ട് ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രസാദം തരാൻ കൂടുതൽ സൗകര്യമാവും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ക്ഷേത്രത്തിലെ ദീപാരാധന കണ്ടു തൊഴുതതിന്റെ ഗുണം, നിങ്ങളുടെ പെരുന്നാളുകൾ പറഞ്ഞ് ആ പുഷ്പാഞ്ജലി കഴിപ്പിച്ചതിന്റെ ഗുണം ഇതെല്ലാം ലഭിക്കുന്നതാണ്. അപ്പൊ പുഷ്പാഞ്ജലി നടത്തുമ്പോ പരമാവധി നിങ്ങളുടെ പേര് നാട് മാത്രമല്ല നിങ്ങളുടെ വയസ്സും കൂടി പറഞ്ഞു കൊടുത്ത് ഇത് ചെയ്യുന്നതാണ് ഏറെ ഗുണകരം. അപ്പോ ഉഗ്രശക്തിയുള്ള പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ഈ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ 3 തരം ഗുണങ്ങൾ പൊതുവിൽ ചെയ്യുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ളതും ശത്രുതാപരമായിട്ടുള്ളതും തൊഴിൽപരമായിട്ടുള്ളതുമായിട്ടുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ ഇത് ഗുണകരമായിട്ടുള്ള പുഷ്പാഞ്ജലി. ചിലര് ചോദിക്കും, ഈ മന്ത്രം നമ്മള് ജപിച്ചാ പോരെ, ഇതിന്റെ ഗുണമെല്ലാം കിട്ടില്ലേന്ന്. എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇത് ശരിക്കും ദേവതാ പൂജകൾ നടത്തുന്ന ഒരു കർമ്മി, ഒരു മേൽശാന്തി ക്ഷേത്രത്തിനുള്ളിൽ വച്ച് ഈ പുഷ്പാഞ്ജലി നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമ്പോ, അർച്ചന നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമ്പോ കിട്ടുന്ന ഗുണം അത് വേറെയാണ്. നിങ്ങൾ സാത്വികനായിട്ട് നിങ്ങൾ ഉപാസനയൊക്കെ എടുത്ത് ഒരു ക്ഷേത്ര മേൽശാന്തിയെ പോലെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആയിക്കോളൂ, അതേ ഗുണം കിട്ടും. പക്ഷെ ഒരു വിഗ്രഹത്തിന് മുന്നില് ചെയ്യുന്ന ഈ മന്ത്രത്തിന് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ബലം ഉണ്ടല്ലോ, അത് വളരെ തീവ്രമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അത്തരം രീതിയിൽ ചെയ്യാൻ പറയും. ദുർഗാ ത്രിശതി കൊണ്ട് ചരട് ജപിച്ച് കൈ കെട്ടുന്നതും വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ ചരട് ജപിച്ച് കെട്ടണമെങ്കിൽ അത് 7 ദിവസങ്ങൾ വേണം. നിത്യേന ഈ മന്ത്രം കൊണ്ട് ചരട് ജപിക്കേണ്ടി വരും. അങ്ങനെയാണ് തരാറുള്ളത്. ഒരു ദിവസം കൊണ്ട് തയ്യാറാക്കി തന്നാൽ ഗുണമുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ 7 ദിവസം കൊണ്ട് ജപിക്കാമെങ്കിൽ അത് പൂർണ്ണ ഗുണം എന്നും പറയാം. പിന്നെ ഒന്നുള്ളത്, ഇത് എത്ര കാലം ചെയ്യണം എന്നുള്ളതാണ്. ഈ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ അർച്ചന നിങ്ങൾ കുറഞ്ഞ പക്ഷം മാസത്തിൽ 1 പ്രകാരം ചെയ്ത് 8 തവണ ആവർത്തിക്കുക. 8 മാസം ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ പ്രിയപ്പെട്ടവരെ, നല്ലൊരു പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മന്ത്രാർച്ചനയാണ് ഞാൻ പറഞ്ഞു തന്നത്. ദുർഗാ ത്രിശതി മന്ത്രാർച്ചന. ചിലടത്ത് ത്രിശതി മന്ത്രാർച്ചന എന്നേ പറയുള്ളൂ. അങ്ങനെ ചെയ്യാം. ഈ ത്രിശതി മന്ത്രാർച്ചനയെ മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. മൂകാംബിക പോണവർക്ക് എല്ലാവർക്കും അറിയാം, അവിടുത്തെ പ്രധാനപ്പെട്ട പുഷ്പാഞ്ജലിയാണ്, അർച്ചനയാണ്. രണ്ടിനും ഉപയോഗിക്കരുത്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം മോചനം കിട്ടാൻ ഇത് വളരെ ഗുണകരമായിരിക്കും. അപ്പൊ ഇന്നത്തെ അറിവ് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും, മനസ്പാഠമാക്കിയിരിക്കും. ഇതൊരു പേപ്പറിലൊന്ന് എഴുതി സൂക്ഷിക്കുക. ചിലപ്പോൾ മറന്നു, പല വീഡിയോകളും കാണുന്നതല്ലേ. അപ്പോ ഇതൊരു പുതിയ ചാനൽ ആയതുകൊണ്ട് തന്നെ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. എല്ലാ ഭക്തജനങ്ങളെയും കാത്തുരക്ഷിക്കണമേ. അമ്മേ ശ്രീ ഭഗവതി കാത്തുരക്ഷിക്കണേ.